അങ്ങനെ ഈ ഫാമിലി ഇത് അറിഞ്ഞ് ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുന്നതാണ്. ആൻഡ് ഈ മരിച്ച ചെക്കന് ഒരു ബ്രദറൊക്കെ ഉണ്ട്. ആള് ഭയങ്കര അലമ്പാണ്. ലൈക്ക് നാട്ടിൽ തന്നെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ്. അങ്ങനെ ഇവർ ഈ സഞ്ജനനെ എന്തും ചെയ്യുന്നുള്ള മട്ടത്തിൽ നിൽക്കുകയാണ്. സഞ്ജനയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഒരു മോളാണ്. ആളങ്ങനെ പാരന്റ്സിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇവളുടെ പാരന്റ്സ് നല്ല ടോക്സിക് ആയിട്ടുള്ള പാരന്റ്സ് ആണ് കേട്ടോ. അവരിവളിത് പറഞ്ഞതും നിന്റെ ഭാഗത്ത് തന്നെ ആയിരിക്കും മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാണ്ട് ഇവളെ കുറെ ബ്ലെയിം ചെയ്തിനാണ്ട് ഇവര് പറഞ്ഞ് നീ തന്നെ ഡീൽ ചെയ്തോ, ഇങ്ങോട്ടേക്ക് ഇതും പറഞ്ഞ് വിളിക്കണ്ട പറഞ്ഞാണ്ട് കട്ട് ചെയ്തേ. അങ്ങനെ ഈ സഞ്ജനക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുന്ന അവസ്ഥയിലാണ്. ഇത്രയാവുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ കുട്ടിന്റെ ലൈഫിൽ ഏറ്റവും ബാഡായിട്ട് നടന്നിട്ടുള്ളത് ഇതാക്കാരം എന്നുള്ളത്. അല്ല, ഇതിലും ബാഡായിട്ടുള്ള സംഭവങ്ങൾ ഇനി കുട്ടിന്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നതാണ്. ഈ സംഭവങ്ങളൊക്കെ നടന്ന പിറ്റേ ദിവസം ഈ ചെക്കന്റെ ബ്രദറും 2 ഫ്രണ്ട്സും വന്നിട്ടുണ്ട് ഈ സഞ്ജനനെ കൊണ്ടുപോയി ആകെ ഉപദ്രവിച്ച് കുട്ടീനെ അവര് റേപ്പ് ചെയ്തിനാണ്ട് ഈ കുട്ടിന്റെ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിനാണ്ട് ഇത് ലീക്ക് ആക്കുമെന്ന് പറഞ്ഞാണ്ട് ഭീഷണിപ്പെടുത്തി. അങ്ങനെ ഈ കുട്ടിന്റെ ലൈഫിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ആരും ഒപ്പമല്ലാണ്ട് നിൽക്കുകയാണ് സഞ്ജന. അങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് ഈ ഓണർ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങണം, ഇനി ഇവിടെ നിൽക്കാൻ പറ്റൂല, പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങണം പറഞ്ഞു. ഈ ഓണർ വിളിക്കുന്നത് രാത്രിയാണ്. ഇവർക്ക് ഇനി ഇവിടുന്ന് ഇറങ്ങി എവിടേക്കും പോകാനും ഇല്ല, ഇവരുടെ കൂടെ ആരും ഇവളെ സപ്പോർട്ട് ചെയ്യാനും ഇല്ല. അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുന്ന ടൈമിലാണ് ഈ ചെക്കന്മാർ ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ ലീക്കാക്കി. ലീക്കായതും ഈ സഞ്ജനയുടെ ഫോണിൽ കുറെ മെസ്സേജ് വരുന്നു, കോള് വരുന്നു. അങ്ങനെ ഈ ഒരു സംഭവം എത്രത്തോളം മെസ്സി ആവാൻ പറ്റുമോ അത്രയും മെസ്സിയായി. അങ്ങനെ ഈ സഞ്ജന അന്ന് തന്നെ ലേറ്റ് നൈറ്റ് ഒരു 3:30 ഒക്കെ ആയപ്പോ ഈ ബാൽക്കണി ഉണ്ടല്ലോ, ബാൽക്കണിയിൽ പോയിട്ട് സൂയിസൈഡ് ചെയ്തേ. ആൻഡ് ഈ ഓണർ ഇങ്ങനെ കഥ പറയണ മാതിരി കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഓണർ പറയുന്നത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി, ഫാമിലിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല കുട്ടിക്ക്. ആൻഡ് ഇവര് റേപ്പ് ചെയ്ത് ഈ കുട്ടീന്റെ കുറെ ഫോട്ടോസും വീഡിയോസും ലീക്ക് ആക്കി. അങ്ങനെ ഞാൻ ഇവളോട് ഇവിടുന്ന് ഇറങ്ങാൻ പറഞ്ഞു, ഇനി ഇവിടെ നിർത്താൻ പറ്റൂല എന്ന് പറഞ്ഞ് അന്ന് തന്നെ ഇവള് സൂയിസൈഡ് ചെയ്തു എന്നുള്ള രീതിക്കാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഈ ഓണർ പറഞ്ഞു ഞാൻ ഇയാൾ ചോദിച്ചുകൊണ്ട് മാത്രം പറയുന്നതാണ്, ഞാൻ വേറെ ആരോട് ഇത് പറയലില്ല, ഇയാളോട് പറഞ്ഞ പ്രശ്നം ഉണ്ടാവില്ല എന്ന് തോന്നി അതുകൊണ്ട് പറയുന്നതാണ്, ഈ കുട്ടീന്റെയാണ് ഈ സാധനങ്ങൾ എന്ന് പറഞ്ഞ്. ഇത് കേട്ടത് നമ്മൾ സഞ്ജന ആകെ ഷോക്കായി കൂടുതൽ ഈ കുട്ടിക്ക് ലൈഫിൽ സംഭവിച്ചത് ആലോചിച്ചിട്ട് ഇവൾക്ക് ആകെ വിഷമമായി. ഈ കഥകളൊക്കെ അറിഞ്ഞപ്പോൾ നമ്മളെ സഞ്ജനക്കാന്നുണ്ടെങ്കിലും ഈ മരിച്ച സഞ്ജന ഒരിക്കലും ഇവളൊന്നും ചെയ്യൂല. കാരണം ലൈക്ക് നമ്മൾ കേട്ട ഈ കഥയിലെ സഞ്ജനക്ക് ഒരിക്കലും ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളെ ഒന്നും ചെയ്യാൻ കഴിയൂലല്ലോ. അങ്ങനെ ഇവൾ ഈ റൂമിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ച്. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ്, അതായത് നമ്മളെ സഞ്ജന ഈ മരിച്ച സഞ്ജനന്റെ കഥയെല്ലാം അറിഞ്ഞതിന് ശേഷം ഒരു 2 ആഴ്ച ആ റൂമിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. മുന്നത്തെ പോലെ സൗണ്ടോ മുട്ടലോ ഒന്നും ഉണ്ടായിരുന്നില്ലേ. അങ്ങനെ ഒരു 2 ആഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇവൾ എന്നത്തെയും പോലെ പഠിക്കാനിരുന്ന് ഒരു ഏർലി മോർണിംഗ് 3:30 ഒക്കെ ആയ ടൈമിൽ ഇവിടുന്ന് ഒരു പെൺകുട്ടി കരയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവളെ റൂം ലോക്ക് ചെയ്തിട്ടാണ്ട് ഇവളുടെ ബെഡിൽ ഇരുന്നാണ് പഠിക്കുന്നത്. ആൻഡ് ഇവളുടെ റൂമിന്റെ പുറത്തുനിന്ന് ആരോ കരയുന്നതാണ് കേൾക്കുന്നത്. നല്ല സൗണ്ടിൽ തേങ്ങി കരയുന്നതാണ് കേൾക്കുന്നത്.